السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. ثم أما بعد. സഹോദരങ്ങളെ, സൂറത്തു അർ-റഹ്മാനിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവന്റെ ദീനിൽ അവിശ്വസിച്ചവർക്കുള്ള കടുത്ത ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വസിക്കുകയും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തവർക്കുള്ള മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നു. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആനിന്റെ ഭംഗിയാണിത്. ദിദ്ദുകളായ പരസ്പരം വിഭിന്ന സ്വഭാവത്തിൽ നിൽക്കുന്ന കാര്യങ്ങളെ അടുത്തടുത്ത് പറയുക എന്നത്. മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞാൽ കാഫിറുകളെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ മുനാഫിഖുകളെ കുറിച്ച് പറയുക. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പറയുക. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ ശിക്ഷയെക്കുറിച്ച് പറയുക. ഇതുപോലെ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമുക്കിത് കാണാം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നീ നിഅമത്ത് ചൊരിഞ്ഞവർ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നീ എന്നെ നയിക്കണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല. വലദ്ദാല്ലീൻ, ദലാലത്തിലായ പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 46 മുതലുള്ള ആയത്തുകൾ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. വലിമൻ ഖാഫ, ആരാണോ ഭയപ്പെട്ടത് അവനുണ്ട്. എന്ത് ഭയപ്പെട്ടവനാണ്? മഖാമ റബ്ബിഹി. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. മഖാം എന്നാൽ നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു. മഖാം എന്നാൽ നിൽക്കുന്ന സ്ഥലം. ഏതുപോലെ ജലസ, ഇരുന്നു. മജ്ലിസ്, ഇരിക്കുന്ന സ്ഥലം, സദസ്. സകന, താമസിച്ചു. മസ്കൻ, താമസിക്കുന്ന സ്ഥലം, വീട്. സജദ, സുജൂദ് ചെയ്തു. മസ്ജിദ്, സുജൂദ് എന്ന സ്ഥലം, മസ്ജിദ്, പള്ളി എന്നതുപോലെ. മഖാം എന്നാൽ നിന്ന സ്ഥലം എന്നാണ് ഇതിന്റെ അർത്ഥം. മഖാം ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന സ്ഥലം. നമ്മുടെ നാട്ടിൽ കിടത്തി വെച്ച സ്ഥലത്തിനാണ് മഖാം എന്ന് പറയാം, നിന്ന സ്ഥലത്തിനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു പറഞ്ഞ സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിലെ മഖാമുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ വസിയത്തിൽ വരെ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദി നസ്രാനികൾ അല്ലാഹു ശപിക്കട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. അലാ ഇന്ന മൻ കാന ഖബ്ലക്കും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും അൻ ദാലിക്. അറിയണം, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ അവരുടെ നബിമാരുടെയും സാലിഹുകളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കി. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അറിയണം, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു. ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ 5 ദിവസം മുൻപ് ഞാനിത് കേട്ടുവെന്നാണ്. സഹീഹ് മുസ്ലിമിൽ കാണാം.
ആദ്യം പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഇങ്ങനെ ഇസ്ലാമിൽ കടുത്ത ഭാഷയിൽ വിലക്കപ്പെട്ട ഖണ്ഡിതമായ തെളിവുകളുള്ള കാര്യമാണ് ഖബറുകളെ മസ്ജിദുകളാക്കരുത്, അത് കെട്ടിപ്പൊക്കരുത്, അത് കുഴിക്കാൻ എടുത്ത മണ്ണല്ലാതെ അതിന്മേലിടരുത്, അതിൻ്റെ മേൽ അത് തിരിച്ചറിയാൻ വേണ്ടി ഒരു കല്ല് വെക്കാം എന്നതല്ലാതെ കെട്ടിപ്പൊക്കാൻ പാടില്ല. അത് ശിർക്കിലേക്കുള്ള വസീലകളാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണ്. അതുകൊണ്ടാണ് അത് വിലക്കപ്പെട്ടിട്ടുള്ളത്. ആ മഖാമല്ല ഈ മഖാം, നിൽക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ആരാണോ തൻ്റെ റബ്ബിന്റെ മഖാമിനെ ഭയപ്പെട്ടത്. റബ്ബിന്റെ മഖാം എന്നാൽ റബ്ബിന്റെ മുന്നിൽ പരലോകത്ത് അവൻ നിൽക്കേണ്ടുന്ന ആ നിൽപ്പ്, ആ സ്ഥാനം, അതിനെ ഭയപ്പെട്ടത്, അവനുണ്ട് ജന്നതാൻ, രണ്ട് സ്വർഗങ്ങൾ, രണ്ട് സ്വർഗങ്ങൾ അവനുണ്ട്. സ്വർഗം എന്നത് സൂറത്തുൽ വാഖിഅ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സ്വർഗത്തിൽ ജനങ്ങൾ പൊതുവെ രണ്ട് തരക്കാരാണ്. ഒന്ന് അസ്സാബിഖൂൻ അൽ മുഖറബൂൻ എന്നറിയപ്പെടുന്ന ആളുകൾ, നന്മകളിൽ ഒരുപാട് മുന്നേറിയ ആളുകൾ, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ഹറാമായത് ഒഴിവാക്കുകയും അവർ ചെയ്തു. പക്ഷെ അതിലൊതുക്കിയില്ല, അതിനു പുറമെ ഒരുപാട് നന്മകൾ, മുസ്തഹബായ പുണ്യകരമായ നന്മകൾ അവർ ചെയ്തു. അവർ സ്വർഗത്തിൽ ഉന്നത പദവികൾ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരാണ്. അവർ കുറച്ചുപേരാണ്, പൊതുവെ അവർ സ്വർഗക്കാരുടെ എണ്ണത്തിൽ കുറവാണ്. രണ്ടാമത്തെ ആളുകൾ അവരാരാണ്? അസ്ഹാബുൽ യമീൻ. ഖുർആനിൽ അള്ളാഹു വിശേഷിപ്പിച്ച വലതുഭാഗത്തിന്റെ നന്മയുടെ ആളുകൾ, അവരാണ് ആമ്മത്തു അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ അധികമുണ്ടാവുക അവരാണ്. അവർ നേരത്തെ പറഞ്ഞവർക്ക് താഴെയാണ് സ്വർഗത്തിൽ. സ്വർഗം പല ദറജകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. തഅലാഹ അൽ ഫിർദൗസ്, അതിലേറ്റവും മുകളിലുള്ളത് ഫിർദൗസാണ്. അവിടുന്ന് പറഞ്ഞു, إذا سألتم الله الجنة فاسألوه الفردوس فإنها أعلى الجنة وأوسطها وفوقها عرش الرحمن ومنها تفجر أنهار الجنة. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക, അതാണ് ഏറ്റവും മുകളിലുള്ള സ്വർഗം. വഔസതുഹാ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വർഗവും, അതിനു മുകളിലാണ് റഹ്മാനായ റബ്ബിന്റെ അർശുള്ളത്. അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത്. അള്ളാഹുവിനോട് നാം ഏറ്റവും മുകളിലുള്ളത് ആണ് ചോദിക്കേണ്ടത്, താഴെയുള്ളതല്ല. മറിച്ച് ഏറ്റവും മുകളിലുള്ളതാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്. റബ്ബ് കരീമാണ്, അവൻ അങ്ങേയറ്റം ഉദാരനാണ്. പാപങ്ങൾ ചെയ്തു പോയ ആളുകൾ അവർ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുമോ ഇല്ലയോ? അള്ളാഹു തൗബ ചെയ്തവർക്ക് പുറത്തു കൊടുക്കുമെന്നത് അവന്റെ വാഗ്ദാനമാണ്. ഖേദിച്ചു മടങ്ങിയവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അവന്റെ വാഗ്ദാനമാണ്. ചില ആളുകൾ അഭിപ്രായപ്പെട്ടു, അല്ല, അതും അവന്റെ മശീഅത്തിന് കീഴിലാണ്, അവൻ ഉദ്ദേശിച്ചവർക്കേ പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. എന്നിട്ട് അവർ തെളിവ് പിടിച്ചത് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളാണ്. തൗബ ചെയ്തവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അസല്ലാഹു അയ്യഅഫു അൻഹും, അതുപോലത്തെ വാക്കുകൾ. അള്ളാഹു അവർക്ക് അസ എന്നാൽ പൊതുവെ പുറത്തു കൊടുത്തേക്കാം എന്നതുപോലെയുള്ള സാധ്യത സൂചിപ്പിക്കുന്ന വാക്കാണ് അസ എന്നത്. അവരിതാണ് തെളിവ് പിടിച്ചത്. അപ്പൊ അവർക്ക് മറുപടി പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് അല്ല, വേറെ തെളിവുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ, അതുപോലെ സല്ലല്ലാഹു അലൈഹി ഹദീസുകളിൽ. ഒരുവൻ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. അത്തായിബു മിന ദംബി കമല്ലാ ദംബ, തൗബ ചെയ്തവൻ പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങിയവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെ. അതിനൊരുപാട് തെളിവുകൾ വേറെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പറഞ്ഞ തെളിവുണ്ടല്ലോ, അതായത് സാധ്യത സൂചിപ്പിക്കുന്ന ആയത്തുകൾ. പക്ഷേ സാധ്യത സൂചിപ്പിച്ചത് ആരാണ്? കരീമായ റബ്ബാണ്. അവന്റെ കറമിന് യോജിച്ചതല്ല എന്ത്? മോഹിപ്പിച്ചിട്ടത് തരാതിരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹം തന്നിട്ടുണ്ടോ, അത് ചെയ്തവർക്ക് അവൻ അത് നൽകുമെന്നാണ്. അല്ലാഹു കരീമാണ്. അല്ലാഹു അങ്ങനെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനത് നൽകും. അതുകൊണ്ടാണ് സഹാബിമാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളത്, ഖുർആനിലെ ആസ
ഖുർആനിലെ ലഅല്ല അതെന്താണ്? സാധ്യതയല്ല, ഉറപ്പാണ്. ഖുർആനിലെ ഇതുപോലുള്ള സാധ്യതയുടെ വാക്കാണതെങ്കിലും അത് ഉറപ്പാണ്. കാരണം അത് പറഞ്ഞതാരാ? കരീമായ റബ്ബാണ് സുബ്ഹാനഹു വ തആല. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ആ റബ്ബിനോട് നാം ഏറ്റവും മുകളിലുള്ളത് തന്നെ ചോദിക്കണം. ആരാണോ തന്റെ റബ്ബിന്റെ മഖാം ഭയപ്പെട്ടത് അവന് 2 സ്വർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഈ സൂറത്ത് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം വമിൻ ദൂനിഹിമാ ജന്നതാൻ, വമിൻ ദൂനിഹിമാ ജന്നതാൻ എന്ന് ഈ സൂറത്തിൽ പിന്നീടുള്ള ആയത്തിൽ കാണാം. 62ാമത്തെ ആയത്തിൽ കാണാം വമിൻ ദൂനിഹിമാ ജന്നതാൻ. ആ 2 താഴെ വേറെ 2 സ്വർഗങ്ങളുണ്ട്. നമ്മളെ മലയാള പരിഭാഷയിൽ അതല്ലാതെ വേറെ 2 സ്വർഗങ്ങളുണ്ട് എന്നർത്ഥം കൊടുത്തത് കണ്ടു. അത് ആ അർത്ഥം പൂർണ്ണമായിട്ടില്ല. ശരിയാണ്, വേറെ സ്വർഗമാണ്. പക്ഷെ ദൂന എന്നാൽ അത് വേറെ എന്ന് മാത്രമല്ല എല്ലായ്പ്പോഴും അർത്ഥം. പിന്നെയോ താഴെ എന്ന അർത്ഥം അതിനുണ്ട്. അത് ഇവിടെ സൂചിപ്പിക്കേണ്ടതായിരുന്നു. മുകളിൽ പറഞ്ഞ 2 സ്വർഗങ്ങളെക്കാൾ താഴെയുള്ള വേറെ 2 സ്വർഗങ്ങളുണ്ട്. അതും ഇതും തമ്മിൽ ഫദ്ലിൽ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഓതിയ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ എന്ന ആയത്തും വമിൻ ദൂനിഹിമാ ജന്നതാൻ എന്ന 62ാമത്തെ ആയത്തിനും ഇടയിൽ അള്ളാഹു പറഞ്ഞത് ആദ്യത്തെ 2 സ്വർഗങ്ങളെ കുറിച്ചാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ സ്വർഗങ്ങളെ കുറിച്ച്. അതിനുശേഷം അള്ളാഹു പറയുന്നത് അതിന് താഴെയുള്ള സ്വർഗത്തെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്ന അവസാനമായി സ്വർഗത്തിൽ കടക്കുന്ന ആളുടെ ഹദീസ് അത് വിലയിരുത്തുന്ന, അതൊന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അറിയാൻ കഴിയും എത്ര വിശാലമാണതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്ന ആളെ കുറിച്ച് പറഞ്ഞത് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് റിവായത്ത് ചെയ്തു തന്നു. അദ്ദേഹത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അയാൾ അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത ആളായിരുന്നു. അള്ളാഹുവിൽ പങ്കുചേർത്ത് മരിച്ചവനാണോ അവൻ നരകത്തിൽ ശാശ്വതനാണ്. അവനൊരിക്കലും നരകത്തിൽ നിന്ന് മോചനമില്ല. വലഇയാദു ബില്ലാഹ്. എന്നാൽ ശിർക്ക് ചെയ്യാത്തവന് അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്നതാണ് ഒരു കാലം. ശിർക്കോ കുഫ്റോ അല്ലാത്ത പാപങ്ങൾ ചെയ്തവർ തഹ്ത മശിയത്തില്ലാഹ്, അള്ളാഹുവിന്റെ മശിയത്തിന്, അവന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഇൻശാഅ അഅദബഹും വഇൻശാഅ ഗഫറ ലഹും. അവൻ ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, അഥവാ ശിക്ഷിക്കാതെ നേരെ സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കും. തെറ്റുകൾ ഉണ്ടായിട്ടും, തൗബ ചെയ്യാത്ത തെറ്റുകൾ ഉണ്ടായിട്ടും, തൗബ ചെയ്തവന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. തൗബ ചെയ്തവന് അള്ളാഹു പുറത്തു കൊടുക്കും ഉറപ്പാണ്. എന്നാൽ തൗബ ചെയ്യാതെ തെറ്റുകളുമായി മരിച്ചവൻ അള്ളാഹുവിന്റെ മശിയത്തിന് കീഴിലാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഫി അവ്വലി വഹ്ല ആദ്യം തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ശിക്ഷിക്കാതെ. എന്നാൽ ചിലരെ അള്ളാഹു ശിക്ഷിക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ. ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം, അവരെ ശുദ്ധീകരിച്ചതിന് ശേഷം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് തിന്മകളുടെ ആളായ ഒരാൾ. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ഒരു നിമിഷമെങ്കിലും അവിടെ കഴിഞ്ഞ് പിന്നീട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഒരിക്കലും വിചാരിച്ചു പോകരുത്. കാരണം ഒരിക്കലും നമുക്ക് താങ്ങാൻ സാധിക്കാത്തതാണ് നരകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചൂടിനെ കുറിച്ച് പറഞ്ഞത് ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള തീയാണത് എന്നാണ്. ആ നരകത്തിൽ കിടക്കേണ്ടി വരിക എന്നത് ഒരിക്കൽ നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ ഗളബിന്റെ, അവന്റെ കോപത്തിന്റെ കേന്ദ്രമാണ്. നിന്ദ്യരായ പാപികളുടെ കൂടെ അവിടെ കഴിയേണ്ടി വരിക എന്നത്, അപമാനിക്കപ്പെടുക എന്നത് ഒരിക്കലും ഒരു മുഅ്മിൻ അവൻ അതിനെ നിസാരവൽക്കരിക്കാൻ പാടില്ലാത്തതാണ്. അള്ളാഹു അവിടെ നിന്ന് അവസാനമായി രക്ഷപ്പെടുത്തുന്നവൻ, അവൻ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായിട്ടുണ്ടാകും. അള്ളാഹു അവനെ അവിടെ നിന്ന് പുറത്തെടുക്കുകയും സ്വർഗത്തിന് പുറത്തുള്ള മാഉൽ ഹയാ എന്ന നദിയിൽ അവനെ മുക്കിയെടുക്കുകയും ചെയ്യും. അപ്പോൾ അവൻ വീണ്ടും അവന്റെ ശരീരം
നേരെയാകും. അയാൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടും. അയാളിങ്ങനെ കാണുകയാണ്, ദൂരെ ഒരു മരം കാണുകയാണ്, അതിനടുത്ത് വെള്ളം കാണുകയാണ്. അള്ളാഹുവെ, എന്നെ ഒന്ന് ആ മരത്തിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു തന്നാൽ ഞാൻ അതിന്റെ തണൽ കൊള്ളട്ടെ, അതിന്റെ വെള്ളത്തിൽ നിന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞു. ചില റിവായത്തുകളിൽ കാണാം, ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹു എന്റെ മുഖത്തെ ഒന്ന് നരകത്തിൽ നിന്ന് തിരിച്ചു കളയും, എന്റെ മുഖം നരകം നോക്കിയിട്ടാണുള്ളത്, ഒന്ന് തിരിച്ചു തരും. അതെന്നെ കരിച്ചു കളഞ്ഞു, അത് എന്നെ പൊള്ളിച്ചു കളഞ്ഞു, അള്ളാഹു തിരിച്ചു കൊടുക്കും എന്ന്. മറ്റു ചില ഹദീസുകളിൽ ഒരു മരം കാണുമെന്ന് കാണാം. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഒന്നുകിൽ ഇത് രണ്ടു പേരാവാം. കാരണം ഒരാൾ മാത്രമല്ലല്ലോ കടക്കുക, അവസാനമായി കടക്കുന്നവരിൽ പലരുണ്ടാവും. ഏറ്റവും അവസാനം കിടക്കുന്ന ആളുണ്ടാവും, അതിനു മുമ്പ് കിടക്കുന്ന ആളുണ്ടാവും. വല്ലാഹു അലം. ഒരു മരത്തിന്റെ അരികിലേക്ക് എന്നെ അടുപ്പിച്ചു തരൂ എന്ന് അള്ളാഹുവിനോട് പറയും. അള്ളാഹു അവനോട് ചോദിക്കും, നീ ഇത് തന്നാൽ മറ്റു വല്ലതും ചോദിക്കുമോ? അയാൾ പറയും, ഇല്ല. അള്ളാഹുവിനോട് അയാൾ കരാർ ചെയ്യും, വാക്ക് കൊടുക്കും. റബ്ബിനറിയാം ഇത് മനുഷ്യനാണ്, ഇത് ആദമിന്റെ പുത്രനാണ്, വാക്ക് പാലിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആ മരത്തിന്റെ അരികിലേക്ക് അടുപ്പിച്ചു കൊടുക്കും. അവിടെ തണൽ കൊള്ളും, അവിടുത്തെ വെള്ളം കുടിക്കും. എന്നിട്ട് കുറച്ചു കാലം അങ്ങനെ കഴിയും. പിന്നെ അതിനേക്കാൾ നല്ല ഒരു മരം അയാൾ കാണുകയാണ്. അള്ളാഹുവിനോട് അയാൾ ചോദിക്കും, അള്ളാഹുവേ, എന്റെ റബ്ബേ, നീ എന്നെ അതിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു തന്നാൽ ഞാൻ അതിന്റെ തണൽ കൊള്ളട്ടെ, അതിലെ വെള്ളം കുടിക്കട്ടെ. അള്ളാഹു പറയും, യബ്ന ആദം മാ അഖ്ദറക്, ആദമിന്റെ പുത്ര, നീ എന്തൊരു ചതിയനാണ്, നീയല്ലേ നേരത്തെ പറഞ്ഞത് ഇനിയൊന്നും ചോദിക്കയില്ല. അള്ളാഹുവിനോട് അവൻ പറയും, റബ്ബേ, നീ ഇത് തന്നാൽ ഞാൻ വേറൊന്നും ചോദിക്കുകയില്ല. അള്ളാഹുവിന് കരാർ ചെയ്യും, വാക്ക് കൊടുക്കും. റബ്ബിനറിയാം ഇത് ആദമിന്റെ പുത്രനാണ്, വാക്ക് പാലിക്കൂല. അള്ളാഹു അവിടേക്ക് അടുപ്പിച്ചു കൊടുക്കും. അതേ കാര്യം അവിടെ ആവർത്തിക്കും. അവിടെ കുറച്ച് കഴിയും, പിന്നെ അതിനേക്കാൾ നല്ല ഒന്ന് കാണും, അവിടെ ആക്കാൻ റബ്ബിനോട് പറയും. അള്ളാഹു പറയും, ആദമിന്റെ പുത്ര, നീ എത്ര ചതിയനാണ്, നീയല്ലേ നേരത്തെ പറഞ്ഞത് ഇതിനൊന്നും ചോദിക്കയില്ലെന്ന്. അയാൾ വീണ്ടും അള്ളാഹുവിനോട് യാചിക്കും, അവനോട് കരാർ ചെയ്യും. അള്ളാഹു അതിലേക്ക് അടുപ്പിച്ചു കൊടുക്കും. പിന്നീട് അയാൾ സ്വർഗം കാണുകയാണ്. സ്വർഗം അയാൾ കാണും. അള്ളാഹുവിനോട് അയാൾ ചോദിക്കും, അള്ളാഹു, നീ എന്നെ ഒന്ന് അതിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു തന്നാൽ ഞാൻ ഇനിയൊന്നും ചോദിക്കുകയില്ല. ഇതേ മറുപടി അള്ളാഹു ആവർത്തിക്കും. അതിനടുത്തേക്ക് അള്ളാഹു അയാളെത്തിക്കും. സ്വർഗത്തിന്റെ അവിടെയുള്ള മഹത്തരമായ കാര്യങ്ങൾ, കണ്ണിന് കുളിർമ നൽകുന്ന, അങ്ങേയറ്റം മനസ്സിന് സന്തോഷം നൽകുന്ന അവിടുത്തെ സുഖവും സൗകര്യങ്ങളും അവിടുത്തെ ആളുകളുടെ സന്തോഷവും ഈ മനുഷ്യൻ കാണുകയാണ്. അള്ളാഹുവിനോട് അയാൾ കൊണ്ട് ചോദിക്കും, അള്ളാഹുവേ, നീ എന്നെ അവിടേക്ക് പ്രവേശിപ്പിച്ചാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ മറുപടി പറയും. അയാൾ റബ്ബിനോട് പറയും, റബ്ബേ, നീ നിന്റെ പടപ്പുകളിൽ ഏറ്റവും ഭാഗ്യം കെട്ടവനാക്കല്ലേ എന്നെ, നിന്റെ പടപ്പുകളിൽ തീരെ ഭാഗ്യമില്ലാത്തവനാക്കല്ലേ. അള്ളാഹു അവൻ അവിടേക്ക് പ്രവേശിപ്പിക്കും. എന്നിട്ട് റബ്ബ് അവനോട് പറയും, തമന്ന, നീ ആഗ്രഹിച്ചോളൂ. അയാൾ ആഗ്രഹിക്കും. ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ അയാളുടെ ആഗ്രഹങ്ങൾ തീർന്നാൽ അള്ളാഹു അയാളോട് പറയും, ഇന്നതൊക്കെ ആഗ്രഹിക്കൂ, ഇന്നതൊക്കെ നീ ആഗ്രഹിക്കൂ എന്ന് പറയും. എന്നിട്ട് ആഗ്രഹിച്ചതിന് ശേഷം അള്ളാഹു അവനോട് പറയും, ലക മാ തമന്നൈത്, നിനക്കെന്താണോ ആഗ്രഹിച്ചത് അതുപോലെ അതെല്ലാം നിനക്കുണ്ടായിരിക്കും. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അബൂ ഹുറൈറയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്, അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, വഅശറതു അംസാലിഹ, അതിന്റെ 10 ഇരട്ടി, അതിന്റെ 10 ഇരട്ടിയും ഉണ്ട്. അബൂ ഹുറൈറ പറയും, ഞാൻ ഇതാണ് കേട്ടത്. അബൂ സഈദ് ഖുദരി പറഞ്ഞു, ഞാൻ ഉറപ്പായും കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറയുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ റബ്ബിനോട് പറയും, റബ്ബേ, നീ എന്നെ പരിഹസിക്കുകയാണോ? നീ റബ്ബുൽ ആലമീനാണ്, ഞാൻ നിന്റെ അടിമയാണ്, നീ എന്നെ പരിഹസിക്കുകയാണോ? ഇത് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അണപ്പല്ല് കാണുക ചിരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുഞ്ചിരിക്കലാണ് പതിവ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നിങ്ങളെ പോലെ വായ ഒന്നാകെ നിറച്ചു ചിരിക്കാറില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മറിച്ച് അവിടുന്ന് പുഞ്ചിരിക്കാറായിരുന്നു പതിവ്. ചില സന്ദർഭങ്ങൾ നബി അവിടുത്തെ അണപ്പല്ല് വെളിവാകുവോളം വായ തുറന്ന് ചിരിച്ചു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ചിരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? മിൻ ദാഹികി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹു ചിരിക്കും ആ സമയത്ത്, അതോർത്താണ് ഞാൻ ചിരിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ റബ്ബിന്റെ സിഫത്തുകളിൽ ഒന്നാണ് അദ്ദാഹിക്, അവൻ ചിരിക്കുമെന്നത്. എന്നാൽ അത് ഒരിക്കലും പടപ്പുകളുടേത് പോലെയല്ല, ഒരു സൃഷ്ടിയുടേതും പോലെയല്ല, മറിച്ച് അവന്റെ ജലാലത്തിനും അളമത്തിനും യോജിച്ച രൂപത്തിൽ. പടപ്പുകളുടെ എല്ലാ വിശേഷണങ്ങളും അവരുടെ ദൗർബല്യത്തിന്, അവരുടെ കഴിവുകേടിന് യോജിച്ച വിശേഷണങ്ങളാണ്. കാരണം അവർ കഴിവുകെട്ടവരും ദുർബലരുമാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനും ഏറ്റവും മഹത്വമുള്ളവനുമാണ്. അവന്റെ ഏതേത് വിശേഷണവും അവന്റെ മഹത്വത്തിനും അവന്റെ ഔന്നത്യത്തിനും യോജിച്ച വിശേഷണങ്ങളാണ്. അള്ളാഹു ചിരിക്കും. ഇത് കേട്ടപ്പോഴാണ് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ലൻ നഅദിമ ഖൈറൻ ലൻ നഅദിമു റബ്ബൻ യദ്ഹകു ഖൈറാ. ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് ഇനി ഒരു ഖൈർ നമുക്ക് നഷ്ടപ്പെടുകയില്ല. അദ്ദേഹം ചോദിക്കുന്നതാണ്, അവ യദ്ഹകു റബ്ബ്, നബി അള്ളാഹു ചിരിക്കുമോ, റബ്ബ് ചിരിക്കുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ആ സഹാബി പറയാം, ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് നമുക്കൊരു ഖൈറും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് മുഅ്മിനായ ഏതൊരു മനുഷ്യനും ഖൈറായത് ചെയ്യുമ്പോൾ അവൻ റബ്ബിനെ കുറിച്ച് ഏറ്റവും നല്ലത് വിചാരിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കണം, അവനെല്ലാം നന്മയും ഏകുന്നവനാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ പാപത്തിലേക്ക് നീങ്ങാൻ തോന്നിയാൽ അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച്, അവന്റെ ശിക്ഷയെക്കുറിച്ചാണ് നാം നന്നായി ഓർക്കേണ്ടതും മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതും. സഹോദരങ്ങൾ, ഇത് പറഞ്ഞത് സ്വർഗത്തിലെ അവസാനത്തെ മൻസിലത്ത് ഉള്ള അവസാനമായി പ്രവേശിക്കുന്ന ഒരാളുടെ സ്ഥിതി ഇതാണെങ്കിൽ മുമ്പേ അവിടേക്ക് പ്രവേശിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ലാ ഐനു റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വല ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വല ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ സാധിക്കാത്തത്. നമ്മുടെ മനസ്സെന്നാൽ എന്തൊക്കെ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കും? ആകാശത്തുകൂടെ നമ്മൾ പറക്കുന്നത്, സുഖസൗകര്യങ്ങളിൽ നീന്തി തുടിക്കുന്നത്, ഇതെല്ലാം മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയും. മനസ്സിൽ പോലും സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം. അള്ളാഹു അത് പടക്കുകയും അതിലെ സുഖങ്ങൾ നിശ്ചയിക്കുകയും അത് നമുക്ക് വിവരിച്ചു തരികയും അതിലേക്കുള്ള മാർഗം പഠിപ്പിക്കുകയും ചെയ്തിരിക്കും. ഇത് അള്ളാഹു ഖിയാമത്ത് നാളായാൽ സൃഷ്ടിക്കുന്ന ഒന്നല്ല, റബ്ബ് പടച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ്. ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളതുപോലെ മുഅ്മിനിന്റെ അവിടുത്തെ ഇണകൾ അവനെ കാത്തിരിക്കുന്നു, അവിടെ അവൻ വരാൻ അവർ കാത്തിരിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ആരാണോ തന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടുന്ന രംഗത്തെ ഭയപ്പെട്ടത് അവനുണ്ട് ജന്നതാൻ, രണ്ട് സ്വർഗങ്ങൾ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, ഇമാം ഇബ്നു കസീർ വിശദീകരിക്കുന്നു, ബൈന യദൈല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ട രംഗത്തെ ഭയപ്പെട്ടവൻ. വനഹൻ നഫ്സ അനിൽ ഹവാ, അതുപോലെ സൂറത്തുൻ നാജിആത്തിൽ പറഞ്ഞതുപോലെ റബ്ബിന്റെ മഖാമിനെ ഭയപ്പെടുകയും സ്വന്തം നഫ്സിനെ അതിന്റെ ഹവയിൽ നിന്ന് പിടിച്ചു വെക്കുകയും ചെയ്യുക, അതിന്റെ തോന്നിവാസത്തിൽ നിന്ന്, ദേഹേച്ഛയിൽ നിന്ന് തടയുക. വലം യത്ഗി വലാ ആസറൽ ഹയാത്തദ് ദുനിയ, വലം യത്ഗ വലാ ആസറൽ ഹയാത്തദ് ദുനിയ, അവൻ അതിരുവിടുകയോ ദുനിയാവിന് ആഖിറത്തിനേക്കാൾ മുൻതൂക്കം കൊടുക്കുകയോ ചെയ്തില്ല. ആഖിറത്തും ദുനിയാവുമായി ഏറ്റുമുട്ടുന്ന വല്ല കാര്യവും വന്നാൽ ആഖിറത്തിന് മുൻതൂക്കം കൊടുക്കാത്തവനാണവൻ. വഅലിമ അന്നൽ ആഖിറത ഖൈറു വഅബ്ഖ, അവൻ അറിഞ്ഞിട്ടുണ്ട് ആഖിറത്താണ് ഏറ്റവും നല്ലത്, എന്നും നിലനിൽക്കുന്നത്. ഫഅദ്ദ ഫറായിദല്ലാഹ് വജ്തനബ മഹാരിമഹ്, അവൻ അല്ലാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകളൊക്കെ വീട്ടി ഹറാമുകൾ അവൻ ഒഴിവാക്കി. ഫലഹു യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിഹി ജന്നതാൻ, അവന് പരലോകത്ത് അല്ലാഹുവിങ്കൽ രണ്ട് സ്വർഗമുണ്ട്. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജന്നതാനി മിൻ ഫിദ്ദത്തിൻ
آنيتهما وما فيها وجنتان من ذهب آنيتهما وما فيهما جنتان من فضة വെള്ളി കൊണ്ടുള്ള രണ്ട് സ്വർഗ്ഗങ്ങൾ ആനിയതുഹുമ വമാ ഫീഹിമ അതിലെ പാത്രങ്ങളും അതിലുള്ളതും വജന്നതാൻ മിൻ ദഹബ് സ്വർണം കൊണ്ടുള്ള രണ്ട് സ്വർഗ്ഗങ്ങൾ ആനിയതുഹുമ വമാ ഫീഹിമ അതിലെ പാത്രങ്ങളും അതിലുള്ളതും വമാ ബൈനൽ ഖൗമി വബൈന അൻ യൻദുറു ഇലാ റബ്ബിഹിം ഇല്ലാ റിദാഉൽ കിബ്രിയാഇ അലാ വജ്ഹിഹി ഫീ ജന്നതി അദ്നിൻ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്കും റബ്ബിനുമിടയിൽ എന്ന് പറഞ്ഞാൽ റബ്ബിനെ അവർ കാണാൻ എന്തുമാത്രമേ തടസ്സമുള്ളൂ അവന്റെ മുഖത്തിനു മുന്നിലുള്ള കിബിറിയാഇന്റെ തട്ടം എന്ന് പറഞ്ഞാൽ കിബിറിയാ അവനുണ്ട് അവൻ കിബിറിയ ഉള്ളവനാണ് അവനാണ് എല്ലാ ഔന്നത്യവും വലിപ്പവും അത് കാണിക്കാൻ അർഹതയുമുള്ളവൻ ആര് മാത്രമാണ് റബ്ബാണ് ആ റബ്ബിന് കിബിറിയ ആവാം നമുക്ക് പറ്റൂല നമുക്കെന്ത് പറ്റില്ല കിബിറിയ പറ്റില്ല കിബിറ് പാടില്ല വലുതെന്ന് പറയാൻ പാടില്ല എന്നാൽ അള്ളാഹു എല്ലാ വലിപ്പവും ഉള്ളവനാണ് അവനത് പറയാൻ അർഹതപ്പെട്ടവനുമാണ് ജന്നത്തു ആദിനിൽ വെച്ച് മുഅ്മിനുകൾ അവനെ കാണും അവൻ അവന്റെ മുന്നിലുള്ള മറ നീക്കും അവന്റെ വജ്ഹ് അവന്റെ മുഖം അവർക്ക് കാണിച്ചു കൊടുക്കും ഇതാണ് ഒന്നാമത്തെ സ്വർഗം അത് സ്വർണം കൊണ്ടുള്ളതാണ് എന്നാൽ വമിൻ ദൂനിഹിമാ ജന്നതാൻ എന്ന് പിന്നീട് പറഞ്ഞത് അത് ആർക്കാണ് അത് അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ യമീൻ എന്ന് പറയപ്പെട്ട മുഖറബീന് താഴെയുള്ള ആളുകൾക്കാണ് സൂറത്തുൽ വാഖിഅയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ സൂറത്തു അൽ വാഖിഅയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ അല്ലാഹു പറയുന്നു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ നമ്മൾ എത്ര അമൽ ചെയ്താലും അത് സ്വർഗത്തിന് പകരമല്ല സ്വർഗം അല്ലാഹുവിന്റെ ഔദാര്യമാണ് അമൽ പ്രവർത്തനങ്ങൾ സ്വർഗത്തിനുള്ള കാരണം മാത്രമാണ് ഓ ജിന്നുകളെ മനുഷ്യരെ നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തുകളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അല്ലാഹുവിന്റെ നിഅമത്തും അവന്റെ ഔദാര്യവുമാണ് സ്വർഗം ഈ സ്വർഗത്തെ അവൻ വിശേഷിപ്പിക്കുന്നു ദവാതാ അഫ്നാൻ ഈ രണ്ട് സ്വർഗങ്ങളും ഉണ്ട് അവക്കുണ്ട് ദവാത എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിലുമുണ്ട് ദാത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ പണമുള്ള ദാത്തുൽ ജമാൽ ഭംഗിയുള്ളത് ദവാത ഈ രണ്ട് സ്വർഗങ്ങൾക്കുമുണ്ട് അഫ്നാനുണ്ട് അഫ്നാൻ എന്ന വാക്ക് രണ്ട് പദങ്ങളുടെ ബഹുവചനമാണ് ഫനൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അഫ്നാൻ അതുപോലെ ഫന്നുൻ എന്ന വാക്കിനും അഫ്നാൻ എന്ന ബഹുവചനമുണ്ട് രണ്ടും ഇവിടെ യോജിച്ചതാണ് കാരണം ഫനൻ എന്ന് പറഞ്ഞാൽ തണലുകളാണ് ഇടതൂർന്ന തണലുള്ള സ്വർഗം അവിടെ എന്തില്ല വെയിലേൽക്കേണ്ടി വരികയില്ല ചൂടില്ല എന്നാൽ കടുത്ത തണുപ്പുമില്ല ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ ശംസുമില്ല ജംഹരീറുമില്ല കൊടും ചൂടുമില്ല കൊടും തണുപ്പുമില്ല ഏറ്റവും നല്ല കാലാവസ്ഥയാണ് അവിടെ ജവാസ അഫ്നാൻ ഇടതൂർന്ന തണലുള്ള സ്വർഗമാണ് അതുപോലെ ഫന്നുൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നൗഉൻ ഒരു ഇനം ജവാസ അഫ്നാൻ എന്നാൽ പലവിധ ഇനങ്ങളുള്ള പല രൂപത്തിലുള്ള സുഖങ്ങളുള്ള സ്വർഗമാണ് ജവാസ അഫ്നാൻ ഇത് രണ്ടും ഈ സ്വർഗത്തിന് യോജിച്ച വിശേഷണം തന്നെയാണ് അള്ളാഹു ചോദിക്കുന്നു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ജിന്നുകളെ മനുഷ്യരെ നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഫീഹിമാ ഐനാനി തജ്രിയാൻ ഫീഹിമാ ആ രണ്ട് സ്വർഗങ്ങളിലുമുണ്ട് ഐനാനി രണ്ട് നദികൾ തജ്രിയാൻ അത് രണ്ടും ഒഴുകുന്നു ഫീഹിമാ ഐനാനി തജ്രിയാൻ ഇത് മുഖറബുകൾക്കുള്ള ഉന്നതരായ സ്വർഗക്കാർക്കുള്ള നദികളാണ് അവർക്കുള്ള നദിയുടെ പ്രത്യേകത അവർ അത് സ്വന്തം ഇഷ്ടപ്രകാരം ഒഴുക്കിക്കൊണ്ടിരിക്കും അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കും ഫീഹിമ ഐനാനി തജ്രിയാൻ ആ സ്വർഗത്തിൽ ഉള്ള നദികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് പാലിന്റെ അരുവിയുണ്ട് ശുദ്ധമായ വെള്ളത്തിന്റെ അരുവിയുണ്ട് തേനിന്റെ അരുവിയുണ്ട് സൂറത്ത് മുഹമ്മദിൽ കാണാം അതുപോലെ മദ്യത്തിന്റെ അരുവിയുണ്ട് ലഹരി ഉണ്ടാക്കാത്ത തലവേദന ഉണ്ടാക്കാത്ത തലപെരുക്കമുണ്ടാക്കാത്ത എന്നാൽ
ത്രസിപ്പിക്കുന്ന രുചിയുള്ള മദ്യത്തിന്റെ അരുവിയുണ്ട്. ഫീഹിമ ഐനാനി തജ്രിയാൻ, ആ അരുവികൾ അതുകൊണ്ട് അവിടുത്തെ മരങ്ങൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ മരങ്ങളിൽ പലവിധ നിറങ്ങളിലുള്ള ചില്ലകൾ, കൊമ്പുകൾ, അതുപോലെ പഴങ്ങൾ, ഇതെല്ലാം ആ സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കും. അള്ളാഹു പറയുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ജിന്നുകളെ മനുഷ്യരെ ഏതിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫീഹിമ, ആ രണ്ട് സ്വർഗങ്ങളിലുണ്ട്, മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ, മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ, മിൻ കുല്ലി ഫാകിഹത്തിൻ, എല്ലാ പഴങ്ങളിൽ നിന്നും. ഫാകിഹത്ത് എന്നാൽ പഴം, ഫവാകിഹ എന്നാണ് അതിന്റെ ബഹുവചനം. മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ, എല്ലാ പഴങ്ങളിൽ നിന്നും രണ്ട് ഇണകൾ അതിലുണ്ട്. രണ്ട് ഇണകൾ, രണ്ട് ഇനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ മിൻ ജമീഇ അൻവാഇ തിമാർ, എല്ലാ പഴങ്ങളിൽ നിന്നും ഇനങ്ങൾ അതിലുണ്ട്, ആ സ്വർഗത്തിലുണ്ടായിരിക്കും. മിമ്മ യഅലമൂൻ വഖൈറും മിമ്മ യഅലമൂൻ, നമുക്കറിയുന്ന ഇനങ്ങൾ, നമുക്കറിയുന്ന ഒരുപാട് പഴങ്ങളുണ്ട്. വഖൈറും മിമ്മ യഅലമൂൻ, നമ്മൾ അറിയുന്നതിനേക്കാൾ എത്രയോ നല്ലത്. കാരണം സഹാബത്ത് തന്നെ പറഞ്ഞത് കാണാം, സ്വർഗത്തിലേതും ദുനിയാവിലേതും പേരുകളിൽ മാത്രമാണ് സാമ്യം. നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നതൊക്കെ പഴമുണ്ട്, ഇണയുണ്ട് എന്നൊക്കെ പറഞ്ഞത്, കൊട്ടാരമുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ദുനിയാവിൽ കാണുന്നത് പോലെയല്ല, അതിനേക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ. മാത്രമല്ല അത് ഏറ്റവും നന്നായി ആസ്വദിക്കാവുന്ന ശരീരഘടനയും മാനസിക ഘടനയും ഒക്കെ ആയിട്ടാണ് സ്വർഗത്തിൽ സ്വർഗവാസികൾ പ്രവേശിക്കുക. അവർ ഏറ്റവും നല്ല രൂപത്തിൽ അതെങ്ങനെയാണ് അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുക, ആ രൂപത്തിലാണ് അവർ അവിടെ പ്രവേശിക്കുക. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും നിഅമത്തുകളിൽ ജിന്നുകളെ മനുഷ്യരെ ഏതിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ മുത്തകിഈന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ വജനൽ ജന്നതൈനി ദാൻ. മുത്തകിഈൻ, സ്വർഗവാസികൾ എങ്ങനെയായിരിക്കും? മുത്തകിഈൻ, അവർ ചാരിയിരിക്കുന്നവരാണ് അല്ലെങ്കിൽ കിടക്കുന്നവരാണ്. രണ്ടർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. ചാരിയിരിക്കുക അല്ലെങ്കിൽ കിടക്കുക, ഇത് അവരുടെ സുഖലോലുപതയാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗത്തിലെ രാജാക്കന്മാരെ പോലെ അവർ ഇരിക്കുകയാണ്. ദുനിയാവ് ഒന്നാകെ അടക്കി ഭരിച്ച രാജാവിനേക്കാൾ സ്വർഗത്തിൽ സുഖം അനുഭവിക്കുമാര് അവസാനം കയറുന്ന ആൾ വരെ, അവസാനം അവിടെ പ്രവേശിക്കുന്ന ആൾ വരെ. അവിടെ രാജാക്കന്മാരിയ്ക്കുന്നത് പോലെ സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവരവിടെ ചാരിയിരിക്കും. ഇമാം ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളത്, വൽ മുറാദു ബിൽ ഇത്തികാഇ ഹുനാ അൽ ഇർതിജാ, ഇവിടെ കിടക്കുക എന്നതാണ് ഇത്തികാ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പറഞ്ഞിട്ടുള്ളത് അല പുരുഷ്, പുരുഷ് എന്താണ്? വിരിപ്പുകൾ, ഫിറാഷ്, ഫിറാഷിന്റെ ബഹുവചനമാണ് പുരുഷ്. അവർ വിരിപ്പുകളിൽ കിടക്കുന്നവരാണ്. എന്താണ് അവരുടെ വിരിപ്പിന്റെ, അവരുടെ മെത്തയുടെ പ്രത്യേകത എന്താണ്? ബതാഇനുഹാ, ബതാഇൻ എന്നാൽ ബാത്തിൻ, അതിന്റെ ഉൾഭാഗം മിൻ ഇസ്തബ്റഖ്, അതിന്റെ ഉൾഭാഗം ഇസ്തബ്റഖ് കൊണ്ടാണ്. ഇസ്തബ്റഖ് എന്നാൽ വഹുവ മാ ഗലുദ മിന അദ്ദീബാജ്, കട്ടിയുള്ള പട്ടിന്റെ തുണിയാണത്, ഏറ്റവും മുന്തിയത്, വലിയ മേന്മയുള്ള കട്ടിയുള്ള ദീബാജ് അഥവാ പട്ടാണ്, പട്ടിന്റെ ഒരു ഇനമാണ് ദീബാജ്, സിൽക്കിന്റെ ഒരു ഇനമാണ്. അതാണ് അവരുടെ വിരിപ്പിന്റെ മെത്തയുടെ ഉൾഭാഗത്തുള്ളത്. ദുനിയാവിൽ ഉള്ളിൽ എന്താണ് നിറക്കുക? വലിയ മുന്തിയ വില കൂടിയ സാധനം ഉള്ളിൽ ഇറക്കില്ലല്ലോ, ഉള്ളിലാണ് ഇതുള്ളത്. അപ്പൊ പുറത്തുള്ളതിന്റെ അവസ്ഥ എന്തായിരിക്കും? ഏതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ, അർദുഹ അസ്സമാവാതു വൽ അർദ്, സ്വർഗത്തിന്റെ വീതിയാണ് അല്ലാഹു പറഞ്ഞത്. എന്ത്? ആകാശങ്ങളുടെയും ഏഴാകാശങ്ങളുടെയും ഭൂമിയുടെയും വീതിയാണ്. അതെന്തിനാണ്? അപ്പൊ നീളം എന്തായിരിക്കും എന്നാണ്. എന്നതുപോലെ ഉള്ളിൽ ഇതാണെങ്കിൽ സലഫുകളിൽ ചിലർ പറഞ്ഞു, ഹാദിഹിൽ ബതാഇൻ, ഉള്ളിൽ ഇതാണ്. ഫകൈഫ ലൗ റഅയ്തുമുൽ ളവാഹിർ, പുറത്തുള്ളത് നീ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അല്ലാഹു താഴെയുള്ളത് പറഞ്ഞ് വലുതിലേക്ക് സൂചന നൽകുകയാണ്. താഴെയുള്ളത് പറഞ്ഞ് വലുതിലേക്ക് റബ്ബ് സൂചന നൽകുകയാണ്. മുത്തഖിഈന അലാ ഫുറുശിൻ,
ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. അപ്പോൾ ഉള്ളിൽ ഇതാണെങ്കിൽ അവരുടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം എത്ര നല്ലതായിരിക്കും, എത്ര മിനുസമുള്ളതായിരിക്കും, എത്ര സുഖം നൽകുന്നതായിരിക്കും. ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്. മാത്രമോ വജന അൽ ജന്നതൈനി ദാൻ. ജന എന്ന് പറഞ്ഞാൽ അതിലെ പഴങ്ങളാണ് ഉദ്ദേശം. ഇമാം ഖുർത്തുബി പറഞ്ഞു ജന എന്ന് പറഞ്ഞാൽ മാ യുജ്തനാ മിനശ് ശജർ, പഴങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഭാഗം എന്താണോ അതിനാണ് ജന എന്ന് പറയുന്നത്. വജനൽ ജന്നതൈനി, ആ രണ്ട് സ്വർഗങ്ങളുടെയും അതിലും ആ രണ്ട് സ്വർഗങ്ങളിലുമുള്ള പറിക്കാനുള്ള പഴങ്ങൾ ദാനിൻ. ദാനിൻ എന്നാൽ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ്, താഴ്ന്നു വന്നിട്ടുള്ളതാണ്. ദന എന്ന് പറഞ്ഞാൽ അടുത്തു വന്നു, ദന അടുത്തു വന്നു. ബഉദ ദൂരേക്ക് പോയി. ഈ രണ്ട് സ്വർഗങ്ങളിലുമുള്ള പഴങ്ങൾ അത് അടുത്തു വന്ന് നിൽക്കുന്നതാണ്. അത് പറിക്കാൻ ആർക്കും യാതൊരു പ്രയാസവുമില്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞു സമറുഹുമാ ഖരീബുൻ ഇലൈഹി, അതിലെ പഴങ്ങൾ അവരുടെ അടുത്താണുള്ളത്. മതാ ശാഉ തനാവലുഹു, അവരുദ്ദേശിക്കുമ്പോഴെല്ലാം അതിൽ നിന്ന് എടുക്കാം. അല ഐ സിഫത്തിൻ കാനു, അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ. ദുനിയാവിലെ പഴങ്ങൾ പോലെ, ദുനിയാവിൽ നോക്കൂ, ഈ ലോകത്ത് എത്ര ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും ചെടികളും മരങ്ങളും കാടുകളും നിറഞ്ഞ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് ദുനിയാവിൽ. അരുവികൾ ഒഴുകുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ മനുഷ്യർ കാണാനായി പോകും. ചില ജാഹിലുകൾ പറയുകയുണ്ടായി, മരുഭൂമിയിൽ ജീവിച്ച ആളുകളെ അവർക്ക് ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള സംഗതിയാണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നഊദുബില്ല, എത്ര വലിയ ബാത്തിലാണ്. മരുഭൂമിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ പച്ചപ്പും അതുപോലെ അരുവികൾ ഒഴുകുന്നത് ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ വിനോദയാത്രക്ക് മരുഭൂമിക്ക് കൊണ്ടുവരും, നമ്മളാരങ്ങോട്ടല്ലോ പോകുന്നു. എല്ലാവരും ഏത് ഭംഗിയുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആളായാലും ഇതിലേക്കാണ് മനുഷ്യന്റെ താല്പര്യം. അത് മനുഷ്യന്റെ കണ്ണ് കുളിർപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഭംഗിയുള്ളത്, ഏറ്റവും ഭംഗിയുള്ളത് എന്തെങ്കിലും നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, അതെല്ലാം സ്വർഗത്തിന്റെ ഒരു നഫ്ഹത്ത് മാത്രമാണ്. സ്വർഗത്തിൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ പോലെ ഒരു നഖത്തിന് പകരമാവുകയില്ല. ഖുലാമത ദുഹ്റിൻ വാഹിദിൻ, അവിടുത്തെ ഒരു നഖത്തിന് യോജിക്കുകയില്ല ദുനിയാവിലെ ഒന്നും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിവിടെ നിശ്ചയിച്ചിരിക്കുന്നു. എന്തിനാണ്? എത്ര സുഖം നീ കിട്ടിയാലും നീ കണ്ടാലും അതിനേക്കാൾ മുകളിലുള്ള സ്വർഗം നീ ആഗ്രഹിക്കാം. ദുനിയാവിലെ പ്രയാസം, ഏറ്റവും കടുത്ത പ്രയാസത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നസ്അലുല്ലാഹൽ ആഫിയ. എങ്കിൽ അതിനേക്കാൾ കടുത്ത നരകം, അതിൽ നിന്ന് നീ രക്ഷപ്പെടാൻ അത് നിനക്ക് പാഠമായിരിക്കണം. ദുർഗന്ധം, നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത ദുർഗന്ധം. സുബ്ഹാനല്ലാഹ്, നരകത്തിലെ അദാബുകളിൽ ഒന്നാണത് ദുർഗന്ധം എന്നത്. ദുനിയാവിലെ ദുർഗന്ധം തന്നെ നമുക്ക് നിൽക്കാൻ കഴിയും. ഓടേണ്ടി വരും, താമസം മാറ്റേണ്ടി വരും. ഒരു സ്ഥലത്ത് ദുർഗന്ധം നിറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നഅൂദുബില്ലാ നരകത്തിലെ താമസം? അങ്ങേയറ്റത്തെ ദുർഗന്ധവും ശിക്ഷയും. കൂടെയുള്ള ആളുകളാരാ? ഏറ്റവും വൃത്തികെട്ട ആളുകൾ, പരസ്പരം ശപിക്കുന്ന, പരസ്പരം എതിരായി പ്രാർത്ഥിക്കുന്ന, പരസ്പരം ചീത്ത പറയുന്ന, കുറ്റപ്പെടുത്തുന്ന ആളുകൾ. സ്വർഗത്തിലോ ഏറ്റവും നല്ല കൂട്ടുകാർ. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ് അവിടെ, എത്ര നല്ല സുഗന്ധമാണ് അവിടെ ഉള്ളത്, എത്ര നല്ല ഇണകളാണ്, എത്ര നല്ല ഭക്ഷണമാണ്, എത്ര നല്ല പാനീയമാണ്, എത്ര നല്ല കൊട്ടാരങ്ങളും താമസ സ്ഥലങ്ങളുമാണ്, എത്ര നല്ല തോട്ടങ്ങളാണ്. നിന്റെ ആഗ്രഹമെല്ലാം അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല നടപ്പിലാക്കി തരും. എല്ലാത്തിനും മുകളിൽ നിന്റെ റബ്ബുണ്ട്, അവനെ കാണാം. അതാണ് ഏറ്റവും വലുത്, ഏറ്റവും വലുതാണ് റബ്ബിനെ കാണാമെന്നത്. അതാണ് നാം ഏറ്റവും നന്നായി ആഗ്രഹിക്കേണ്ടത്, ഏറ്റവും നന്നായി ആഗ്രഹിക്കേണ്ടത്. അതിനു മുകളിൽ യാതൊന്നുമില്ല, അതിനു മുകളിൽ യാതൊന്നുമില്ല. വജനൽ ജന്നതൈനി ദാൻ, അവിടുത്തെ പറിക്കാനുള്ളത് അടുത്തേക്ക് വന്നിരിക്കുന്നു. ഏതുപോലെ സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറഞ്ഞില്ല ഖുതൂഫുഹാ ദാനിയ, ഖുതൂഫുഹാ ദാനിയ. അതുപോലെ സൂറത്തുൽ ഇൻസാനിൽ, മഹത്തായ സൂറത്തിൽ സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു ഒരുപാട് വിവരിച്ചിട്ടുള്ള സൂറത്താണ്.
വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല. ഇത്ര മനോഹരമായ ആയത്തുകളാണത്, ഇത്ര മനോഹരമായ സൂറത്താണത്. വദാനിയതൻ അലൈഹിം ളിലാലുഹാ, തണലുകൾ അവരോട് അടുത്തു നിൽക്കുന്നു. വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല, അവർക്ക് പറിക്കാനായി അത് താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ലാ തംതനഉ മിമ്മൻ തനാവലഹാ ബൽ തൻഹത്തു ഇലൈഹി മിൻ അഗ്സാനിഹാ, പറിക്കാൻ പോയാൽ അത് അടുത്തേക്ക് വരും, അത് എളുപ്പമാകും. അല്ലാഹു ചോദിക്കുന്നു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തുകളിൽ ജിന്നുകളെ മനുഷ്യരെ ഏതിനെയാണ് നിഷേധിക്കുന്നത്? അല്ലാഹു പറയുന്നു ഫീഹിന്ന ഖാസിറാത്തു ത്റഫി ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ഫീഹിന്ന, അതിലുണ്ടെന്നാൽ ഫിൽ ഫുറുഷ്, അവർ കിടക്കുന്ന അവരുടെ മെത്തകളിന്മേൽ അവരുടെ കൂടെ ഇണകളായുണ്ട്. ഖാസിറാത്തു ത്റഫി, അവരുടെ ഇണകൾ. എന്താണ് അവരുടെ പ്രത്യേകത? ഖാസിറാത്ത് എന്നാൽ അവർ താഴ്ത്തിയിട്ടുണ്ട്. തർഫ് എന്നാൽ ഐ, കണ്ണവർ താഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണവർ ചുരുക്കിയിട്ടുണ്ട്, എങ്ങോട്ടും നോക്കാതെ. ആരെ മാത്രമേ നോക്കുന്നുള്ളൂ? അവരുടെ ഇണകളെ മാത്രം, മറ്റാരെയും നോക്കുകയില്ല. അവരുടെ ഇണകളല്ലാത്ത ആരെയും അവർ നോക്കുകയില്ല. ഈ ഇണകൾ അവരുടെ ഇണകളെയല്ലാതെ നോക്കുകയില്ല. ഇമാം ഇബ്നു കസീർ പറയുന്നു ഗദീദാതുൻ അൻ ഗൈരി അസ്വാജിഹിന്ന ഫലാ യറൈന ശൈഅൻ ഫിൽ ജന്നതി അഹ്സന മിൻ അസ്വാജിഹിൻ. അവരവരുടെ അള്ളാഹു അവർക്ക് ഒരുക്കിയ ദുനിയാവിൽ നിന്ന് വന്ന പുരുഷന്മാരായ അവരുടെ ഇണകളെയല്ലാതെ അവർ നോക്കുകയില്ല. കാരണം സ്വർഗത്തിൽ അവരുടെ ഈ ഭർത്താക്കന്മാരെക്കാൾ നല്ല ഒന്നും അവർ കാണുകയില്ല. വഖദ് വറദ, എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു വഖദ് വറദ, ഇങ്ങനെ വന്നിട്ടുണ്ട് പല റിവായത്തുകളിലും കാണാം, അന്നൽ വാഹിദത മിൻഹുന്ന തഖൂലു ലിബാലിഹാ, സ്വർഗ സ്ത്രീകൾ അവളുടെ ഭർത്താവിനോട് പറയും വല്ലാഹി മാ അറാ ഫിൽ ജന്നതി ശൈഅൻ അഹ്സന മിൻക, സ്വർഗത്തിൽ നിന്നെക്കാൾ നല്ല ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിന്നെക്കാൾ നല്ല ഒന്നും ഞാൻ കാണുന്നില്ല. വലാ ഫിൽ ജന്നതി ശൈഅൻ അഹബ്ബു ഇലയ്യ മിൻക, സ്വർഗത്തിൽ നിന്നെക്കാൾ എനിക്ക് പ്രിയമുള്ള മറ്റൊന്നുമില്ല. അൽഹംദുലില്ലാഹി അല്ലദീ ജഅലക ലീ വജഅലനി ലക, നിന്നെ എനിക്കും എന്നെ നിനക്കും തന്ന അല്ലാഹുവിനാണ് സ്തുതി. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തായ വാക്കുകളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദുനിയാവിലെ ഒരിണ തന്റെ ഇണയോടാണ് ഈ വാക്ക് പറയുന്നതെങ്കിൽ എത്ര സന്തോഷമായിട്ട് മനസ്സിൽ തോന്നും, എത്ര കുളിർമയുടെ മനസ്സിലുണ്ടാകും. ദുനിയാവകത്ത് നശിച്ചു പോകുന്നതാണ്, തീർന്നു പോകുന്നതാണ്. ഇയാൾ മരിച്ച നാളെ ചിലപ്പോൾ ഇവിടെ വേറെ ഒരുത്തം കെട്ടും. എന്നാൽ സ്വർഗമാകട്ടെ ശാശ്വത ജീവിതത്തിന്റെ ഭവനമാണ്. അവിടെ വെച്ചാണ് ഈ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, എല്ലാ പുറമേക്കും ഉള്ളിലുമുള്ള ഭംഗി നിറഞ്ഞ ഇണകളാണ്, അതീവ സുന്ദരികളാണ് ഇത് പറയുക. അതാണ് അല്ലാഹു പറയുന്നത് ഖാസിറാത്തു ത്റഫി ലം യത്മിസ്ഹുന്ന ഫീഹിന്ന ഖാസിറാത്തു ത്റഫി, കണ്ണുകൾ ഒതുക്കിയ അതിസുന്ദരികളായ സ്ത്രീകളുണ്ട് അവിടെ. ലം യത്മിസ്ഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല. ഇൻസുൻ, ഒരു മനുഷ്യനും, ഖബ്ലഹും, അവരുടെ ഇണകൾക്ക് മുൻപ് ഒരാളും, വലാ ജാൻ, ഒരു ജിന്നും സ്പർശിച്ചിട്ടില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തുകളിൽ ഏതിനെയാണ് നിഷേധിക്കുന്നത്? ജിന്നുകളെ, ഇൻസുകളെ. അവരാരും സ്പർശിച്ചിട്ടില്ല, മറിച്ച് അവരാരാണ്? ഇബ്നു കസീർ പറഞ്ഞു ബൽഹുന്ന അബ്കാർ, അവർ കന്യകകളാണ്, നിത്യകന്യകകളാണ്. ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ അവരുമായി അവരുടെ ഇണകൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കഴിഞ്ഞാൽ ഉടൻ അവർ വീണ്ടും കന്യകകളായി തീരും. ഉറുബുൻ, അങ്ങേറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് എല്ലാ നിലക്കും, വാക്കിലും അവരുടെ ആംഗ്യവിക്ഷേപങ്ങളിലും എല്ലാം ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുത്തുന്നവരാണ്. അച്റാബ്, ഒരേ പ്രായത്തിലുള്ളവരാണ്, സമപ്രായത്തിലായിരിക്കും എല്ലാവരും. അതുപോലെ അവർ തമ്മിലുള്ള സ്വഭാവത്തിലും ഒരുപോലെ ആയിരിക്കും. ഒരു പ്രശ്നമോ എന്തെങ്കിലും പ്രയാസം അവർ തമ്മിലുണ്ടാവുകയില്ല. ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ അവർ ഒരുമിച്ച് വിനോദം പങ്കിടുകയും ഒരുമിച്ച് കളി തമാശകളിൽ ഏർപ്പെടുകയും ചെയ്യുമെന്നാണ്. അവർ തമ്മിൽ പരസ്പരം, സ്വർഗ സ്ത്രീകൾ പരസ്പരം, അല്ലാഹു അഅലം. ലം യതഅഹുന്ന അഹദുൻ ഖബ്ല അസ്വാജിഹിന്ന മിനൽ ഇൻസി വൽ ജിൻ, അവരുടെ ഭർത്താക്കന്മാർക്ക് മുൻപ്, ഇണകൾക്ക് മുൻപ് ഒരു മനുഷ്യനോ ജിന്നോ അവരെ സ്പർശിച്ചിട്ടില്ല. വഹാദിഹി അയ്ദൻ മിനൽ അദില്ലത്തി അലാ ദുഖൂലി മുഅ്മിനി അൽ ജിന്നി അൽ ജന്ന,
സ്വർഗത്തിൽ ജിന്നുകളും പ്രവേശിക്കും എന്നതിന് ഇത് തെളിവാണ്. കാരണം അവർക്കുമുണ്ട് സ്വർഗം. കാരണം അവർ നമ്മളെ പോലെ മുക്കല്ലഫുകളാണ്, അള്ളാഹുവിന്റെ ദീൻ ബാധകമായവരാണ്. അവർക്ക് അവരുടേതായ സുഖങ്ങൾ അള്ളാഹു നൽകും. മനുഷ്യർക്ക് അവരുടേതായത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇമാം ഇബ്നു കസീർ ഈ ആയത്തുകളുടെ തഫ്സീർ ഉദ്ധരിച്ചിരിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലഗുദുവത്തുൻ ഫീ സബീലില്ലാഹ് ഔ റൗഹത്തുൻ ഖൈറുൻ മിന ദുനിയ വമാ ഫീഹാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ രാവിലെയോ വൈകുന്നേരമോ ഒരാൾ പുറപ്പെട്ടാൽ അത് ദുനിയാവിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാണ്. വലഖാബ ഖൗസി അഹദികും ഔ മൗദിഉ ഖൈദിഹി മിനൽ ജന്ന ഖൈറുൻ മിന ദുനിയ വമാ ഫീഹാ. ദുനിയാവിൽ ഒരാളുടെ ചമ്മട്ടി വെക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അയാളുടെ ഒരു വില്ലിന്റെ ഭാഗം, അമ്പിന്റെ ഭാഗം വെക്കുന്ന സ്ഥലം, അമ്പും വില്ലും അതിന്റെ ഭാഗം, അത്രയും ചെറിയ അളവ്, അതാണ് ദുനിയാവിനേക്കാളും അതിനുള്ള എല്ലാത്തിനേക്കാളും ഖൈർ. അത്രയും ശ്രേഷ്ഠമാണ് സ്വർഗം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ ഇസ്തലഅത് ഇംറഅത്തുൻ മിൻ നിസാഇ അഹ്ലിൽ ജന്നതി ഇലൽ അർദ് ലമലഅത് മാ ബൈനഹുമാ റീഹാ വലതാബ മാ ബൈനഹുമാ വലനസീഫുഹാ അലാ റഅസിഹാ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. വലൗ ഇസ്തലഅത് എത്തി നോക്കിയിരുന്നുവെങ്കിൽ, ഇംറഅത്തുൻ മിൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗ സ്ത്രീകളിൽ ഒരുവളെങ്ങാനും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയിരുന്നുവെങ്കിൽ, ولو اطلعت امرأة من نساء أهل الجنة إلى الأرض لملأت ما بينهما ريحا. ഭൂമിയും സ്വർഗത്തിനും ഇടയിലുള്ളത് മുഴുവൻ സുഗന്ധം പരക്കും. വലതാബ മാ ബൈനഹുമാ, അതിലിടയിലുള്ളതൊക്കെ ഏറ്റവും നന്നായി തീരും. വലനസീഫുഹാ അലാ റഅസിഹാ, അവളുടെ തലയിൽ ധരിച്ച തട്ടം ഖൈറുൻ മിന ദുനിയ വമാ ഫീഹാ, ദുനിയാവിനേക്കാൾ അതിലുള്ളതിനേക്കാളൊക്കെ ഖൈറാണ്. ചിന്തിച്ചു നോക്കി, എത്ര മഹത്തരമാണ്. അതോടൊപ്പം എത്ര നിസാരമാണ് ദുനിയാവ്. തട്ടത്തിന് ഉള്ളിലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദുനിയാവിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കും. അല്ലാഹു പറയുന്നു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എത്ര മനോഹരമായ ആയത്താണ്. അല്ലാഹു പറയുന്നു, ഹൽ ജസാഉൽ ഇഹ്സാൻ, നന്മക്കുള്ള ഇഹ്സാനുള്ള പ്രതിഫലം ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനല്ലാതെ മറ്റെന്താ. ഇഹ്സാനിനുള്ള പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താ. അതാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനിന്റെ അമൽ വെറുതെ ആക്കുകയില്ല. അള്ളാഹുവിന് വേണ്ടിയാണോ ചെയ്തത്, അവന് അവന്റെ ഒരു അമലും വെറുതെ ആക്കുകയില്ല. മറിച്ച് അവന് ഇഹ്സാൻ അള്ളാഹു പ്രതിഫലം നൽകും, ഏറ്റവും നല്ലത് പ്രതിഫലം നൽകും. നമ്മൾ എന്ത് വേണം? നമ്മുടെ അമൽ റബ്ബിന് വേണ്ടി ആക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആക്കുക. ഇബ്നു കസീർ പറയുന്നു, ഐ ലാ ലിമൻ അഹ്സന അൽ-അമല ഫി ദുനിയ ഇല്ല അൽ-ഇഹ്സാനു ഇലൈഹി ഫിൽ ആഖിറ. ദുനിയാവിൽ ഇഹ്സാൻ പ്രവർത്തിച്ചവന് ആഖിറത്തിൽ ഇഹ്സാൻ അല്ലാതെ ഇല്ല. അള്ളാഹുവിനുള്ള ഇഹ്സാൻ എന്താണ്? നന്മ പ്രവർത്തിക്കുക, അള്ളാഹുവിനെ കാണുന്നത് പോലെ. അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നമ്മെ കാണുന്നുണ്ട്. റബ്ബിന് വേണ്ടി പ്രവർത്തിക്കുക, എങ്കിൽ അവൻ അള്ളാഹു പരലോകത്ത് നന്മ ചെയ്യും. അള്ളാഹുവിന്റെ നന്മ എന്നാൽ സുബ്ഹാനല്ലാഹ്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ കയ്യിലുള്ളത് തീർന്നു പോകും, അള്ളാഹുവിന്റെ കയ്യിലുള്ളത് തീർന്നു പോവുകയില്ല. ഏതുപോലെ അള്ളാഹു സൂറത്ത് യൂനുസിൽ പറഞ്ഞിട്ടുണ്ട്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ലില്ലദീന അഹ്സനു, ആരാണോ നന്മ പ്രവർത്തിച്ചത് അവർക്ക് എന്താണുള്ളത്? അൽ ഹുസ്ന. അൽ ഹുസ്ന എന്നാൽ ഏറ്റവും നല്ലതെന്നാണ് അതിന്റെ അർത്ഥം. അഹ്സൻ എന്നതിന്റെ അതേ അർത്ഥമാണ് എന്തിന്? ഹുസ്ന. രണ്ടു തമ്മിൽ എന്തേ വ്യത്യാസമുള്ളൂ? ഒന്ന് പുല്ലിംഗമാണ്, ഒന്ന് സ്ത്രീലിംഗമാണ്. ഹുസ്ന എന്നത് അത് സ്ത്രീലിംഗമാണ്. അൽ ഹുസ്ന അഥവാ സ്വർഗമുണ്ട്. വസിയാദ, അധികമുണ്ട്. എന്താണ് അധികം? റബ്ബിനെ കാണലാണ്, റബ്ബിനെ കണ്ടുമുട്ടലാണ്. വലദൈന മസീദ്. അള്ളാഹു പറഞ്ഞു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പറഞ്ഞ ഉടനെ, ലഹും മാ യശാഊന ഫീഹാ, സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെല്ലാം ഉണ്ട്. വലദൈന മസീദ്, നമ്മുടെ അരികിൽ അധികമായി മറ്റൊന്നുണ്ട്. അതെന്താണ്? അത് റബ്ബിനെ കാണലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണലാണ്. അള്ളാഹു ചോദിക്കുന്നു, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും നിഅമത്തുകളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ്
ഈ സ്വർഗം അഥവാ മുകളിലുള്ള 2 സ്വർഗങ്ങൾ. അതിനുശേഷം വമിൻ ദൂനിഹിമാ ജന്നത്താൻ എന്ന ആയത്തും അതിനുശേഷമുള്ള ആയത്തുകളും വിശദീകരിച്ച് അവസാനം പറഞ്ഞു, അള്ളാഹു നീ ഞങ്ങളെ ആദ്യം പറഞ്ഞവരിൽ ഉൾപ്പെടുത്തണം. അതാണ് ദുആ. അതാണ് നാം റബ്ബിനോട് ചോദിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന, മുന്തിയ സ്ഥാനം ലഭിക്കുന്ന അൽ മുഖറബൂൻ അസ്സാബിഖൂൻ എന്നവൻ വിശേഷിപ്പിച്ചവരിൽ എന്നെയും നിങ്ങളെയും അവന്റെ മഹത്തായ മന്നുകൊണ്ട് അവന്റെ ഫദ്ല് കൊണ്ട് ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. الله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.